ഉത്രാടം, തിരുവോണം, അവിട്ടം, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം 13-ാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം നടക്കുവാൻ പോകുന്ന പല കാര്യങ്ങളും ജ്യോതിഷ ഫലങ്ങൾ പ്രകാരം നോക്കുമ്പോൾ പലതും അവിശ്വസനീയമായ തരത്തിലാണ് കാണപ്പെടുന്നത്. കാരണം ഈ സെപ്റ്റംബർ 13-ാം തീയതി ശനിയാഴ്ച ബുധൻ്റെയും സൂര്യൻ്റെയും സംഗമം നടക്കുകയും തൽഫലമായി ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ വന്നു ചേരുവാനും പോവുകയാണ്. എന്നാൽ പലപ്പോഴും ഗ്രഹങ്ങളുടെ സംയോഗ ഫലമായും സ്വാധീനം കൊണ്ടും ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഈ സെപ്റ്റംബർ 13-ാം തീയതി ശനിയാഴ്ച നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്നതും ഫലത്തിൽ വ്യക്തമാണ്. അപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ 13-ാം തീയതി 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി സൂര്യൻ്റെയും ബുധൻ്റെയും സംഗമം ഈ സെപ്റ്റംബർ 13-ാം തീയതി ശനിയാഴ്ച ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരെയാണ്. മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം വളരെ ഗുണകരമായി തന്നെയാണ് വരുവാൻ പോകുന്നത് എന്നതാണ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത ചില പ്രത്യേക കാര്യങ്ങളിലൂടെയും ചില പ്രത്യേക അനുഭവങ്ങളിലൂടെയും മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം കടന്നു പോകേണ്ടി വരും. എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ തന്നെയായിരിക്കും നൽകാൻ പോകുന്നത്. എന്നാൽ ഈ ഗ്രഹങ്ങളുടെ സംയോഗ ഫലമായി ഈ 3 നക്ഷത്രക്കാർക്കും മഹാഭാഗ്യമാണ് വരുവാൻ പോകുന്നതെങ്കിൽ പോലും പലപ്പോഴും ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം മകരം രാശിക്കാർക്കും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടകാലങ്ങളുമാണ്. അതായത് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഒരു ഉയർച്ചയോ മുന്നേറ്റമോ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ തന്നെ ചില ആളുകൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിൽ മറ്റുള്ള ചില വ്യക്തികൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളും മനസ്സമാധാനമില്ലാത്ത അന്തരീക്ഷവുമാണ് ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം നേരിടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടുകളും ജീവിതത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയുമാണ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാനുള്ള യോഗം മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഉണ്ടാകും. മാത്രമല്ല സെപ്റ്റംബർ 13-ാം തീയതി ശനിയാഴ്ച ഈ ഗ്രഹങ്ങളുടെ സംയോഗ ഫലമായി മകരം രാശിയിൽ പിറന്ന പല വ്യക്തികൾക്കും ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുകയും ചെയ്യും. അതായത് ഈ ഒരു ദിവസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു വഴിത്തിരിവാകുന്ന ഒന്നായിരിക്കും. ഒപ്പം തന്നെ സാമ്പത്തികമായി വളരെയധികം പ്രശ്നങ്ങളും കടബാധ്യതകളും കൊണ്ട് ഒരു മനസമാധാനവും
ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാതിരുന്ന മകരം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രഹസംയോഗം നിങ്ങൾക്ക് മഹാഭാഗ്യമായാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ 13 ശനിയാഴ്ച പല മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില തുകകൾ കൈപ്പറ്റുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിറവേറുന്ന തരത്തിലുള്ള ചില സൗഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുവാനുമുള്ള യോഗവും തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിൽ എത്രയൊക്കെ വിഷമിക്കുന്നുണ്ടോ അതൊന്നും ഇനി ആവശ്യമില്ല. ധനനേട്ടങ്ങൾ പല വിധത്തിലായിരിക്കും നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നത്. കർമ്മമേഖലയിലെ ഉയർച്ചകൾക്ക് പുറമെ തന്നെ പല വ്യക്തികൾക്കും സ്വയം ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ചില സംരംഭങ്ങൾ തുടങ്ങുവാനുമുള്ള യോഗം ഉടനടി ഉണ്ടാകും. പ്രത്യേകിച്ച് ചില മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ചില വ്യക്തികളുമായി തന്നെ കൂടിയാലോചിച്ച് ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള ഭാഗ്യം കൈവരും. ഇത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് മികച്ച വരുമാന മാർഗവും സാമ്പത്തിക വർധനവും ഉണ്ടാക്കിത്തരും. ഇനി ആരോഗ്യ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യവും ഈ സെപ്റ്റംബർ 13 നിലനിൽക്കുന്നില്ല. അതായത് കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും മികച്ച ആരോഗ്യസ്ഥിതി തന്നെയായിരിക്കും നിങ്ങളിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ചില പ്രത്യേക കാര്യങ്ങളിൽ ഇടപെടുവാനും സമൂഹത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുവാനുമുള്ള യോഗവും ചില വ്യക്തികളിൽ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ചില വ്യക്തികളുടെ ചില വിജയങ്ങൾ വളരെയധികം മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിജയം കാണുവാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അവരുടെ വിജയം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ് ഇത്. എങ്ങനെ നോക്കിയാലും മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായി മാറുന്ന അനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ 13 ശനിയാഴ്ച സൂര്യൻ്റെയും ബുധൻ്റെയും സ്വാധീനം വളരെയധികം ജീവിതത്തിൽ വരുന്നതോടെ ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങളും വളരെ വലിയ രീതിയിലുള്ള ചില നേട്ടങ്ങളും സ്വന്തമാക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നതും ഒന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ പലവട്ടം ചിന്തിച്ചിട്ടുള്ളതുമായ ചില കാര്യങ്ങളുടെ പൂർത്തീകരണം കാണുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. എന്നാൽ കർക്കിടകം രാശിക്കാരായിട്ടുള്ള ഈ അധ്യായം കാണുന്നവരിൽ 100% ആളുകളെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം എന്തെന്നില്ലാത്ത കഷ്ടതകളിലൂടെയും ദുരിതങ്ങളിലൂടെയുമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു വിധത്തിലും നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള ഒരു കാര്യവും ഈ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും ഒന്ന് മാറുമ്പോൾ ഒന്നായി ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സെപ്റ്റംബർ 13 ശനിയാഴ്ച എന്ന് പറയുന്നത് പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുമെല്ലാം തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആശ്ചര്യത്തോടെ നോക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന ചില കാര്യങ്ങളിൽ പോലും കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും
ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ പ്രണയിക്കുന്നവർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും എല്ലാം തന്നെ ഈ ഒരു സമയം ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയും ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങളോടൊപ്പമുള്ളതുമായ ഒരു സമയമായിരിക്കും. മാത്രമല്ല, വിവാഹ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും തടസ്സങ്ങൾ മാത്രം അനുഭവിക്കുന്ന കർക്കിടകം രാശിക്കാർക്കും ഇത് ഒരു ശുഭസമയമാണ്. അതിനാൽ തന്നെ ഈ ഒരു ദിവസം പല വ്യക്തികളുടെയും വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ വിവാഹത്തിന് മുന്നോടിയായുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഭാഗ്യം നിലനിൽക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും. ഇനി അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റിയും ആരോഗ്യ കാര്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം കർക്കിടകം രാശിക്കാരിൽ ഈ ഒരു സമയത്ത് കാണുന്നില്ല. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു മുന്നേറ്റം കാണുവാനായി നിങ്ങൾ ഒരല്പമെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. ഇനി മൂന്നാമതായി സൂര്യൻ്റെയും ബുധൻ്റെയും സംയോഗ ഫലമായി സെപ്റ്റംബർ 13 ശനിയാഴ്ച ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും പല വിധത്തിലുള്ള ഉയർച്ചകളും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത പല അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ബുധസൂര്യയുതി നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ പല നേട്ടങ്ങളിലേക്കും നിങ്ങൾ കാൽവെപ്പ് നടത്തുന്ന സമയമായിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ 13 ശനിയാഴ്ച പല ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങൾ ജീവിതത്തിൽ അത്രയധികം ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിലേക്ക് കടക്കുവാനും പല കാര്യങ്ങളും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മനസ്സിൽ കടന്നു വരികയും ഒരു മനസ്സമാധാനവും ഇല്ലാത്ത അവസ്ഥ അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഇന്നത്തെ അധ്യായം കാണുന്ന പല ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലോ സ്വപ്നം കണ്ട തരത്തിലോ ഉള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ പല ആളുകൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴും പ്രാരാബ്ധവും കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമാണ് പല ആളുകളും അനുഭവിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരികയും പലതരത്തിലുള്ള സന്തോഷങ്ങളും നേട്ടങ്ങളും ചിങ്ങം രാശിക്കാരെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഈ സൂര്യൻ്റെയും ബുധൻ്റെയും സംയോഗഫലമായി വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് വിദേശയാത്രയൊക്കെ പോകുവാനായി ഒരുങ്ങിയിരിക്കുന്ന വ്യക്തികൾക്കും വിദേശത്ത് ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് ഏറ്റവും ഗുണകരമായ പല വാർത്തകളും കേൾക്കുവാൻ കഴിയും. മാത്രമല്ല, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ട് പോലും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില തുകകൾ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ സെപ്റ്റംബർ 13 ശനിയാഴ്ച എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത്. ആരോഗ്യകാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഏറ്റവും നല്ല സമയം തന്നെയാണ്. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് ചില ചിങ്ങം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ 13 ശനിയാഴ്ച ഒരു കൂട്ടം ആളുകളെ സഹായിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. അതായത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വകയില്ലാത്ത ചില അനാഥർക്ക് വേണ്ടി എന്തൊക്കെയോ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുവാനുള്ള യോഗം ചില ചിങ്ങം രാശിക്കാരിൽ കാണുന്നു. ഈശ്വരനെ സാക്ഷിയാക്കി നിങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുമെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ പല വിധത്തിലുള്ള നല്ല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുകയും പല ശുഭവാർത്തകളും കേൾക്കുവാൻ കഴിയുകയും ചെയ്യും എന്നതിലുപരി
നിങ്ങൾക്ക് വളരെയധികം മനസമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമയം കൂടിയായിരിക്കും ഇത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ സെപ്റ്റംബർ 13-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളിലേക്കും നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.